എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അലോണ മരിയാണ്. അലോണ മരിയ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. നല്ലൊരു ഡാൻസറാണ്. ഹായ്. ഹലോ. എന്തൊരു വിശേഷം? സുഖം തന്നെ. സുഖം തന്നെ. അലോണ എവിടെ നിന്നാണ് വരുന്നത്? പെരുമുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. മിസ്മാരൊക്കെ ഭയങ്കര നല്ലതാണ്, ഫ്രണ്ട്ലി ആണ്. ക്ലാസ്സിൽ ബോയ്സും ഫ്രണ്ട്സും എല്ലാം ഉണ്ട്, അവരൊക്കെ നല്ല അടിപൊളിയാണ്. ഓക്കെ ഓക്കെ. എല്ലാവരും നല്ല ഒരു കുടുംബം കണക്കാണല്ലേ? ഒരു ക്ലാസ് റൂം എല്ലാം ഒരു കുടുംബം എന്ന രീതിയിലാണ്. അടിപൊളിയാണ്. ഓക്കെ. അപ്പം കൂട്ടുകാരൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ സപ്പോർട്ടൊക്കെ ചെയ്യാറുണ്ടോ? എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായാലും നല്ല സപ്പോർട്ടൊക്കെ ചെയ്യും. നല്ല ഫ്രണ്ട്സാണ് അവര്, നല്ലൊരു കൂട്ടാണ്. ആണോ? എന്തായാലും ഈ എല്ലാ ഫ്രണ്ട്സും ഇത് കേൾക്കട്ടെ കേട്ടോ. നമ്മുടെ അലോണ മരിയ കൂടെ പഠിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനെ കുറിച്ചും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. സ്കൂളിനെ കുറിച്ചോ? സ്കൂളും നല്ല സ്കൂളാണ്, ഭയങ്കര ഫ്രണ്ട്ലി, എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി, എല്ലാ പിള്ളേരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പിന്നെ നമ്മൾ മനസ്സറിഞ്ഞ് തന്നെ എല്ലാം ചെയ്യുന്ന ഒരു മിസ്സുമാരും സിസ്റ്റേഴ്സും എല്ലാം അടിപൊളിയാണ്. നല്ലൊരു സ്കൂളാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ പഠിച്ച സ്കൂളിലൊക്കെ ഇങ്ങനെ അത്രയും എനിക്ക് തോന്നുന്നു അലോണ മരിയയുടെ അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു ആ സ്കൂളിൻ്റെ ഒരു വാല്യൂ അല്ലേ, ആ സ്കൂളിൻ്റെ ഡെപ്ത് എന്തോ നമുക്ക് മനസ്സിലാവുന്നു അല്ലേ. ബെസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫ്രണ്ട്സ് എല്ലാം ഭയങ്കര അടിപൊളി അല്ലേ, നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചുരുങ്ങിയ സ്കൂളിനെ കുറിച്ച് പറയാനൊന്നുമില്ല, എല്ലാം വളരെ ഫീൽ ചെയ്ത്. ഇനിയിപ്പോൾ അലോണയുടെ വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അലോണയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ പപ്പ, അമ്മ, അനിയൻ, അപ്പാപ്പനും അമ്മാമ്മയും. ഓക്കെ. പപ്പയും അമ്മയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? പപ്പ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അമ്മ നഴ്സിങ്ങിൻ്റെ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, ഓൾറെഡി നേഴ്സായിരുന്നു, ഇപ്പോൾ വേറൊരു ഇതിൻ്റെ പോവുകയാണ്. പിന്നെ അനിയൻ ഇവിടെ LKG പഠിക്കുന്നു, എൻ്റെ അതേ സ്കൂളിൽ തന്നെ. അപ്പാപ്പനും അമ്മാമ്മയും ജോലിയൊന്നും ഇല്ല, വീട്ടിലിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നിങ്ങനെ കഴിക്കുന്നല്ലേ? അപ്പാപ്പനും അമ്മാമ്മയും അമ്മയൊക്കെ ഫുഡ് ഉണ്ടാക്കും. പിന്നെ അപ്പാപ്പനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാം, ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യും. ഓ, അത് ശരി. അപ്പാപ്പന് പണ്ട് പാചകമൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ അതിന്റെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ? പറ്റും. അമ്മാമ്മയും കുറെ നല്ല ഇതൊക്കെ ഉണ്ടാക്കി തരും. അമ്മയും ഉണ്ടാക്കി തരും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? അത് അമ്മ ഉണ്ടാക്കുന്ന കേസരി ഒക്കെ ഭയങ്കര ഇഷ്ടം. കേസരി മാത്രമേ ഇഷ്ടം? അല്ല കുറെ ഉണ്ട്, പിന്നെ എത്രയും കൂടി പറയാൻ പറ്റത്തില്ല. അപ്പൊ നീണ്ട ലിസ്റ്റ് ആണല്ലേ? ഓക്കെ 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 ഓക്കെ. ഇപ്പം അത് അമ്മ എടുത്തിപ്പോ ഉണ്ടാക്കാൻ പറഞ്ഞ കുഴഞ്ഞത് തന്നെ. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? അമ്മ ഉണ്ടാക്കുന്ന ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടം കേസരി തന്നെ. അത് നല്ല രസമാണ്, ഇങ്ങനെ അലിഞ്ഞങ്ങ് പൊക്കോളൂ. ഓ, അതുകൊണ്ടാണ് ഇഷ്ടം. മറ്റേതെല്ലാം നമ്മളിങ്ങനെ ചവയ്ക്കണം, ഇത് ചവയ്ക്കെടുത്ത് അരിഞ്ഞ് പൊക്കോളും ഇല്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് കേസരിയുടെ ഇഷ്ടം വന്നതല്ലേ? ഓക്കെ. എന്തായാലും അങ്ങനെ പോട്ടെ. പിന്നെ സ്കൂളിൽ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും സ്കൂളിൽ പോകാനായിട്ട്? രാവിലെ 6 മണിക്ക് എണീക്കും. അത് കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടാ പിന്നെ സ്കൂളിൽ പോകുന്നത്. ഓക്കെ. അപ്പൊ രാവിലെ തൊട്ട് തിരക്കാണ്. എല്ലാ ദിവസവും പള്ളി പോകും? ഇപ്പൊ എല്ലാ ദിവസവും പോകുന്നുണ്ട്. പള്ളി പോയിട്ട് എത്ര മണിക്ക് അവിടെ നിന്ന് തിരിച്ചു വരും? ഒരു 7:30 ആകുമ്പോഴത്തേക്കും വരും. തിരിച്ചു വന്ന പിന്നെ സ്കൂളിൽ പോകാനുള്ള വെപ്രാളമാണല്ലോ അല്ലേ? അത് ഒരുങ്ങി അങ്ങ് പോവാണോ? അല്ലല്ല, ഒരുങ്ങാതെ ജസ്റ്റ് കളർ ഇട്ടോണ്ട് പോയിട്ട് പിന്നെ വന്നിട്ടാ യൂണിഫോം ഒക്കെ ഇടുന്നത്. വീണ്ടും ജോലിയാണല്ലേ? അതിന്റെ ഇടയ്ക്ക് നമുക്ക് അമ്മയെ സഹായിക്കാനൊന്നും? അല്ല, ഇപ്പൊ അമ്മ ട്രെയിനിങ്ങിന് പോകുന്നോണ്ട് തന്നെ 7:20 ആകുമ്പോഴത്തേക്കും പോവും. ഓ, അത് ശരി. അമ്മ രാവിലെ പോവും, അച്ഛനും പോവും. അച്ഛൻ അവിടെ നിന്ന് പണിയെടുക്കും. അപ്പം പിന്നെ അമ്മാമ്മയും അപ്പാപ്പനേ ഉള്ളൂ അല്ലേ? അനിയനും ഉണ്ട്. അനിയൻ പോണ്ടേ? സ്കൂളിൽ പോകുന്നില്ലേ? അത് അവൻ എന്റെ കൂടെ പോകുന്നത്, എന്റെ അതേ സ്കൂളിലല്ല പഠിക്കുന്നത്. അപ്പൊ ഞാൻ അവനെ കൊണ്ടുപോകുന്നത്. ഓ, നിങ്ങളോട് ഒരുമിച്ച് അങ്ങ് പോകും അല്ലേ? അങ്ങനെ സ്കൂൾ ബസ്സിലാണോ പോകുന്നത്? അല്ല, നടന്നു പോകുന്ന ദൂരമുള്ള, അപ്പൊ ഞാൻ നടന്നാ പോകുന്നത്. ഓക്കെ 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 ഓക്കെ. അനിയൻ ഇങ്ങനെ കുരുത്തക്കടാണോ ഭയങ്കര? അതേ ഉള്ളു. കുരുത്തക്കടയുള്ളൂ. എന്ത് ചെയ്യാം, പ്രായോദര LKG അല്ലേ? LKG UKG 1, 2, 3 ഒക്കെ വിഷയങ്ങളാ. ആണ്, ഭയങ്കര കുരുത്തക്കേടാ. നമ്മള് ചേച്ചിയല്ലേ, നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. തിരിച്ചൊക്കെ വല്ലതും ചെയ്യാറുണ്ടോ? ശരി. കുരുത്തക്കേടൊക്കെ കൂടുമ്പോ ചിലപ്പം അവൻ എന്തെങ്കിലും എക്സ്ട്രാ ഭയങ്കരമായിട്ട് അടിക്കുകയോ എല്ലാം ചെയ്യുവാണെങ്കിൽ തിരിച്ച് നല്ലത് കൊടുക്കും. തിരിച്ചു നല്ലത് കൊടുക്കും. അപ്പൊ അനിയൻ തിരിച്ച് വല്ലതും ഇങ്ങോട്ട് ചെയ്യത്തില്ല? പിന്നെ നല്ല ചെയ്യും. കൊടുത്തതിനെക്കാട്ടി തിരിച്ച് നല്ല തിരിച്ചു തരും. ഓ, പലിശ ഉൾപ്പെടെ അങ്ങ് തരും? തരും. എല്ലാം തീർത്തങ്ങ് തരും. എന്ത് ചെയ്യാനാ, നമുക്ക് ഒന്ന് കൂടുതൽ പ്രതികരിക്കാനൊന്നും ഒക്കുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അനിയൻ്റെതായിട്ടുള്ള ആ ഒരു പ്രായമൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. അമ്മ അച്ഛനൊക്കെ ഇടപെടാറുണ്ടോ അതിനകത്ത്? ഇടപെടും. പിന്നെ ഒരു വട്ടമാണെങ്കിൽ മറ്റേ സ്റ്റീലിന്റെ സ്കെയിലില്ലേ, എന്തോ കാര്യം പറഞ്ഞ് അടി ഇട്ടപ്പോ സ്റ്റീലിന്റെ സ്കെയിൽ എടുത്തെറിഞ്ഞ് കാലിലെ നരമ്പിക്കൊണ്ട്. അടിപൊളിയായിരുന്നു, നല്ല വേദനയായിരുന്നു.
ഓ, അനിയൻ എറിഞ്ഞല്ലേ? ആ, അപ്പൊ അനിയനോട് കൂടുതലൊന്നും നമ്മള് ഒരു എന്താ നൈസിനൊക്കെ അങ്ങ് പോവുക. കാര്യം പ്രായമായത് അതുകൊണ്ട് നമുക്കറിയാൻ പറ്റത്തില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കുട്ടി പറയുന്ന കേട്ടു, പിന്നെ പിച്ചാത്തിയൊക്കെ എടുത്ത് എറിയുമെന്ന് അനിയൻ. അപ്പൊ അത് അറിയാൻ പറ്റത്തില്ല. കാര്യം പ്രായം അതായത് കൊണ്ട് നമ്മൾ വളരെ ഒന്ന് ബാക്ക് ഒന്ന് വലിയ നിൽക്കുന്ന നല്ലതാണ് കേട്ടോ. ഓക്കെ, രാവിലെ എഴുന്നേറ്റ് ഈ പഠിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടോ? എന്തെങ്കിലും രാത്രി പഠിച്ച് തീർന്നില്ലെങ്കിലോ നാളെ രാവിലെ ടെസ്റ്റ് പേപ്പർ എന്തെങ്കിലും പഠിക്കുന്ന മറന്നു പോയെങ്കിലോ പെട്ടെന്ന് എടുത്ത് വെച്ച് നോക്കിയൊക്കെ ജസ്റ്റ് വായിച്ചെങ്കിലും നോക്കാം. അവിടെ പോയി ഓൺ വേർഡ്സിലെങ്കിലും എഴുതാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ഇരുന്നെങ്കിലും ഒന്ന് നോക്കും. എങ്ങനെ ഈ പരീക്ഷയൊക്കെ വരുമ്പോൾ ടെൻഷനൊക്കെ അങ്ങനെയൊക്കെ സമ്പ്രദായങ്ങളുണ്ടോ? പരീക്ഷ വരുമ്പോഴായിരിക്കും എനിക്ക് പനി വരുന്നത്, ഉറക്കം വരുന്നത്. പിന്നെ അതൊരു ഉറക്കം ഇല്ല, അത്രയും നാൾ ഉറക്കമില്ലാതെ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്ക് നല്ല ഉറക്കമായിരിക്കും. പിന്നെ പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഉറക്കത്തിലുള്ളൊരു മരുന്ന് അതാണല്ലേ. സാധാരണ ഒരുപാട് പേർക്ക് ഉറക്കമില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് ഉറങ്ങാനുള്ളൊരു ക്യാപ്സ്യൂൾ പോലും കഴിക്കണ്ട, പരീക്ഷയ്ക്ക് വന്നാൽ മതി അല്ലേ? കൂടെ പരീക്ഷ വെച്ചാൽ നല്ലോണം ഉറക്കം കിട്ടും. നന്നായിട്ട് ഉറക്കം കിട്ടും. ബുക്ക് തുറന്ന് വെച്ചാൽ മതി, അപ്പോൾ അങ്ങ് ഉറങ്ങിക്കോളൂ. 2 സെന്റൻസ് വായിച്ചാൽ ഉറങ്ങിക്കോളൂ. അപ്പൊ ഇത് എല്ലാ ദിവസവും ബുക്ക് തുറക്കുന്നുണ്ടല്ലോ? എല്ലാ ദിവസവും തുറക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഉറക്കവും ഉണ്ടോ? ഉണ്ട്. നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, പിന്നെ പഠിക്കാനൊക്കെ എങ്ങനെയാ സ്കൂളിൽ? നല്ല കുഴപ്പമില്ല, എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ. നല്ല അഭിപ്രായമാണ്. നമുക്ക് സ്വന്തം എന്താണ് പറയാനുള്ളത്? സ്വന്തമായിട്ട് കുറച്ച് മാർക്ക് കാണുമ്പോൾ നമുക്ക് അറിഞ്ഞൂടെ? കുറച്ചും കൂടി മുമ്പിലോട്ട് പോയാൽ നന്നായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല അല്ലേ? നമ്മൾ ഏറ്റവും വലിയ ജഡ്ജിമെന്റ് നമ്മളാവണം. കാരണം നമുക്ക് കിട്ടുന്ന മാർക്ക് ലിസ്റ്റുകൾ നമ്മൾ വേണം ആദ്യം ജഡ്ജ് ചെയ്യാനായിട്ട് അല്ലേ? അപ്പോഴേ മറ്റുള്ളവരുടെ കാര്യം പിന്നീടാ വരും. നമ്മൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലമാണ്, അല്ലെങ്കിൽ നമ്മുടെയായിട്ട് പഠിക്കാൻ പറ്റിയില്ല, ഇതിനൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നും പോയിട്ട് മാർക്ക് കുറയുകയാണെങ്കിൽ അതിന് നമുക്ക് സമാധാനിക്കാം. എൻ്റെ കുഴപ്പമില്ല, ഒരു സാഹചര്യം വന്നു പോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ടെൻഷൻ എന്ന് പറയുന്നൊരു വാക്ക് വേണ്ട നമുക്ക് കേട്ടോ. ഫ്രീ ആയിട്ട് പഠിക്കുക. നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, പഠിക്കുന്നുണ്ട്. എന്ത് വഴിക്ക് പോട്ടെ, ക്വസ്റ്റ്യൻ നമ്മളല്ലല്ലോ ഇടുന്നത്. അപ്പോൾ അതിന് നമുക്ക് പരാതിയില്ല. ഓക്കെ, ശരി. അപ്പോൾ പഠിത്തമൊക്കെ അങ്ങനെ കൂടെ പോട്ടെ. പിന്നെ ബാക്കി വിനോദ ദിവസങ്ങളൊക്കെ പറഞ്ഞ ഏതാണ്? ശനി ഞായറും ആണല്ലേ? ശനി ഞായറും എന്താ പരിപാടി? ശനിയും ഞായറും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അനിയനായിട്ട് ഇങ്ങനെ നിൽക്കും, അവിടെയൊക്കെ കിടക്കും, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. വേറെ എങ്ങും അങ്ങനെ പോവുകയൊന്നും ചെയ്യില്ല? ഇല്ല. ചിലപ്പം ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് അങ്ങനെ പോയാൽ പോയി, ഇല്ലെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. വീട്ടിൽ തന്നെ എന്തായാലും അനിയനുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടല്ലേ? അല്ലെങ്കിൽ ഇത് ബോറടിച്ച് ഭയങ്കര ബോറായിരിക്കും. അനിയൻ ഉണ്ടായത് ലൈഫ് ഫുള്ള് അടിപൊളിയെ. ഇല്ല എന്നെങ്കിൽ ഭയങ്കര ബോറടിച്ചു പോയനെ. ഇടയ്ക്ക് സ്കെയിൽ ഏറി കിട്ടുന്നെങ്കിലും കുഴപ്പമില്ല. 5-6 അടിയൊക്കെ കിട്ടുന്നെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ അവള് വാങ്ങിക്കണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഇതാണ് കാര്യം. നമ്മുടെ അനിയനല്ലേ, ഇടയ്ക്ക് ഇതൊക്കെ കിട്ടിയെങ്കിൽ അനിയനായി മാറും, ചേച്ചിയായി മാറും അല്ലേ? അനിയൻ തരുന്നത് നമുക്ക് എന്ത് തന്നാലും നമുക്ക് താങ്ങായിട്ട് നിൽക്കേണ്ടത് ആരാണ്? നമ്മൾ നിൽക്കണം. അതായത് അവര് സ്നേഹത്തോടെ ആയാലും ദേഷ്യത്തോടെ ആയാലും തരുന്നില്ല, അപ്പൊ നമ്മൾ വാങ്ങിക്കണം. 2 ഇടം നീട്ടി തന്നെ വാങ്ങിക്കണം. തിരിച്ചു ചെയ്യില്ലല്ലോ. കൂടിപ്പോയാൽ ചെയ്യും, ചെറിയ അടിയെ കൊടുക്കും അല്ലേ? കടന്ന് കരയും അല്ലേ? ഓക്കെ. അതിനൊക്കെ വീട്ടില് ഇപ്പൊ അമ്മ, അച്ഛൻ, അമ്മാമ്മ, അപ്പാപ്പ എല്ലാവരും ഉണ്ടല്ലേ? അപ്പൊ നിങ്ങള് ഫുഡൊക്കെ കഴിക്കുന്നത് ഒരുമിച്ചാണോ? ഇല്ല, എല്ലാവരും പല സമയത്തായും കഴിക്കുന്നത്. അപ്പാപ്പ നേരത്തെ കഴിക്കും, അമ്മാമ്മ അത് കഴിഞ്ഞിട്ട് കഴിക്കും. അതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ പപ്പ കഴിക്കും, ഞാൻ പിന്നെ തോന്നിയപ്പോഴേലും എടുത്ത് കഴിക്കും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളായതുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുകയാണ്. കുട്ടികളുടെ ഇടയിൽ എല്ലാവരും മിസ് ചെയ്യുന്നൊരു കാര്യം ഇതാണ്. നമ്മൾ ഡൈനിങ് ടേബിൾ, നമ്മൾ വിശാലപ്പെട്ട ഡൈനിങ് ടേബിളും എല്ലാവർക്കും ഒരുപാട് ചെയറും ഒക്കെ കാണും. പക്ഷെ അതിനകത്ത് ഒരാളെ കാണത്തോളൂ കഴിക്കാൻ അല്ലേ? പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിട്ട് വന്ന് ആഹാരം കഴിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കുക, ചിലർ മൊബൈൽ നോക്കിക്കൊണ്ട് കഴിക്കുന്നു അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം ഉള്ളതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ആദ്യമേ ഞങ്ങൾ ഇങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ഇരുന്ന് നല്ല ഹാപ്പി ആയിട്ടൊക്കെ ആയിരുന്നിരുന്ന് കഴിക്കുന്നത്. പിന്നെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഉച്ചയ്ക്കെത്തത് അത് അങ്ങനെ അങ്ങ് പോയി. ഈ ഉച്ചയ്ക്ക് പിന്നെ അവിടെ നല്ല കഴിക്കാൻ പറ്റും ഫ്രണ്ട്സിനെയൊക്കെ ആയിട്ട്. പിന്നെ വരുമ്പോഴത്തേക്കും അപ്പാപ്പനെയൊക്കെ അമ്മമ്മയായിട്ട് എല്ലാവരുമായിട്ട് കഴിക്കും. പിന്നെ ഇപ്പം അതൊക്കെ മാറി, അല്ലാതെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ടിരുന്ന് കഴിക്കും. അതെന്താണ് അങ്ങനെ മാറ്റരുത്. ഇനി സ്ട്രോങ് ആയിട്ട് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കണം. അതല്ല, നമുക്ക് ആകപ്പാടെ കിട്ടുന്ന രാത്രി ഒരു സമയമാണ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുമ്പം അല്ലെങ്കിൽ കഴിക്കുമ്പോൾ എന്ത് രസമാണത്. നല്ല രസം. പിന്നെ എന്തെങ്കിലും പ്രത്യേക പരിപാടി, ക്രിസ്മസോ ഓണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്നേ കഴിക്കത്തുള്ളൂ. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ കൂടേണ്ടവരാണോ നമ്മൾ? അല്ല. നമ്മൾ എല്ലാ ദിവസവും ആ സ്നേഹബന്ധം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും, നമ്മുടെ എല്ലാവരും മുഖമൊക്കെ ഇത് അപ്പാപ്പനായിരുന്നല്ലോ, അപ്പാപ്പൻ ഇങ്ങനെയാണോ ഇരുന്നത് എന്നൊക്കെ അത് കാണാനും ഒക്കെ ഒരു അവസരമല്ലേ അത്? മറ്റേത് അപ്പാപ്പൻ ഒരു സ്ഥലത്ത് പോയിരുന്ന് കഴിക്കും, മക്കള് വേറെ സ്ഥലത്തിരിക്കുക, അമ്മ വേറെ സ്ഥലത്തിരിക്കുമ്പോഴത്തേന് മുഖം മറന്നു പോകും. അങ്ങനെയൊന്നും ഇല്ല.
അതൊന്നുമില്ല. എന്നാലും നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആ മുഖം നമ്മൾ അല്ലെങ്കിൽ അവർ പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് ദുഃഖങ്ങളും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് പ്രശ്നം ഒരുപാട് വിഷമത്തിലൂടെ ഒക്കെ പോകുന്നവരായിരിക്കാം. ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതെ അതെ, നല്ലൊരു അവസരമായി ഇത്. ഇങ്ങനെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയൊരു അവസരം അല്ലേ? അപ്പോൾ അതൊരിക്കലും മിസ്സാക്കരുത്. നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെല്ലാം ഇതൊരു ശീലമാക്കുക, ഇനി മുതൽ ശീലമാക്കുക. നമുക്ക് ആകപ്പാടെ കിട്ടുന്ന ഉച്ചസമയം പോട്ടെ, സ്കൂളും അങ്ങനെയൊക്കെ ആയിട്ട് പോകും. നമുക്ക് രാത്രിയിൽ കിട്ടുന്ന ഒരു സമയം നമ്മളെല്ലാവരും ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിച്ച് അവരുടെ പാത്രത്തിൽ നമ്മളും എടുത്ത് നമ്മുടെ പാത്രത്തിൽ അവരും എടുത്ത്, അതൊക്കെ രസമല്ലേ? ആണ്. സ്കൂളിൽ അങ്ങനെയാണ്, അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് വാങ്ങിക്കുന്നു, അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്? അപ്പോഴൊക്കെ നല്ല എന്ത് ഫ്രണ്ട്ലി. അവര് നമുക്ക് എന്ത് വേണേലും കൊടുക്കാം, അവർ അതിന് വാങ്ങിക്കാം, ഒരു കുഴപ്പമില്ല. ആ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള വാക്ക് പറഞ്ഞില്ലേ? അപ്പം അത് മറ്റേതോ കുട്ടികളൊക്കെയാണ് അല്ലേ? നമ്മുടെ ബന്ധുക്കളല്ല, ഒന്നുമല്ല. നമ്മൾ എവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ഒരു ഇൻട്രാക്ഷൻ മാത്രമാണോ അതല്ലേ? അല്ലേ? അപ്പം എന്നിട്ട് പോലും നമുക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമ്മുടെ കുടുംബത്താണെങ്കിലോ അതിനെക്കാട്ടി അടിപൊളി. അല്ലേ? നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പണ്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഡൈനിങ് ടേബിളിൽ വന്നിട്ടാണ് നമ്മുടെ എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ടെങ്കിലും എല്ലാം നമ്മളവിടെ ചർച്ചയ്ക്ക് ഇങ്ങനെ കുത്തിയിടുന്നത്. നിനക്ക് ചേരണ്ടോ? എന്താണ് ഇനിയിപ്പം അങ്ങനെ ഒരു മാറ്റം നമ്മുടെ അലോണയ്ക്ക് ഉണ്ടാവട്ടെ അല്ലേ? അലോണി അങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ കഴിയുന്നൊരു കാര്യം ഉണ്ടാവട്ടെ. നമ്മൾ മറ്റുള്ള കൂട്ടുകാരടുത്ത് എന്താണ് പറയാനുള്ളത്? നിങ്ങളും ഇത് കണക്ക് പേരൻസിനായിട്ടും ഗ്രാൻഡ് പേരൻസിനായിട്ടും ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുക. അതൊക്കെ ഒരു വണ്ടർഫുൾ മൊമെന്റ് ആണ് ലൈഫിലേക്ക്. പിന്നെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ല, അത് ചിലപ്പോൾ ഒരു ബ്ലിസ്ഫുൾ മൊമെന്റ് ആയിരിക്കും. ഓക്കെ ശരിയാണ്, അത് പറഞ്ഞൊരു പോയിന്റാണ്. കാര്യം അലോണ പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഘടകമാണ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമുക്ക് എല്ലാവരും ഇപ്പം നമുക്ക് ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന ഓരോ നിമിഷവും സ്വർഗത്തിന് തുല്യമായിട്ട് നമ്മൾ കരുതുക. അപ്പം നമ്മുടെ നമ്മുടെ കുടുംബമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കപ്പെടുന്നു അല്ലേ? കൂടുതൽ അടുക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെയാണ് നമ്മൾ കൂടുതലും ഇങ്ങനെ ഫ്രണ്ട്ലി ആവുന്നതും പേരൻസിനോട് കൂടുതൽ അറിയുന്നതും അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. മൊബൈലൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? ചില സമയത്ത് എന്തെങ്കിലും ബോറൊക്കെ അടിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾക്കോ അല്ല എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാം, അസൈൻമെൻ്റ് വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ യൂസ് ചെയ്യും. ഓക്കെ പിന്നെ മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഡാൻസിനോടാണ് കൂടുതലും താല്പര്യം. ഡാൻസ് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല, അല്ലാതെ ബെസ്റ്റ് ഫ്രണ്ടിനായിട്ട് നല്ല കളിക്കുന്നു. സ്കൂളിലൊക്കെയാണോ പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? സ്കൂളിൽ ചെയ്യുന്നുണ്ട്, പള്ളിയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ അവിടെ തന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം കളിച്ച് പ്രൈസൊക്കെ വാങ്ങിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ ഒരു ഡോക്ടർ ആവണം എന്നാണ്. അമ്മ ഒരു നേഴ്സാണ്. അപ്പോൾ അമ്മ പറഞ്ഞേക്കുന്നത് ഞാൻ നേഴ്സായി, ഇനി മോൾ ഡോക്ടർ ആയിക്കോളാൻ എന്നാ പറഞ്ഞേക്കുന്നത്. പെർമിഷനൊക്കെ നേരത്തെ തന്നു? നേരത്തെ തന്നു. ഇനി ഡോക്ടർ ആയാൽ മാത്രം മതി. അപ്പം ആ ഡോക്ടറിലോട്ടുള്ള ചുവടുവയ്പ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ. ഇപ്പൊ 8th ഇനി 9th 10th അല്ലേ? അത് +1 +2. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇതിലേക്ക് പറക്കാനുള്ള ശ്രമം ആരംഭിക്കുകയാണ് അല്ലേ? ഒരു നല്ലൊരു ഡോക്ടറായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എന്താ ചെയ്യുക? ആദ്യമേ തന്നെ എനിക്കൊരാഗ്രഹം എന്ന് വെച്ചാൽ ഈ ഫീസ് ഒന്നും വാങ്ങിക്കാതെ തന്നെ ഇവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് രോഗമെല്ലാം മാറ്റി കൊടുക്കണമെന്നാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റുമോ എനിക്കറിയത്തില്ല. വെരി ഗുഡ്. അത് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം അവർ ആഗ്രഹം തുറന്നു പറഞ്ഞു. കാര്യം നമുക്ക് എല്ലാവരെയും സഹായിക്കണം, എല്ലാവരെയും ഫ്രീ ആയിട്ടൊക്കെ ചികിത്സ ഭേദമാക്കണം. പക്ഷെ നമ്മുടെ കഴിക്കാൻ വേണ്ടേ നമുക്ക് അല്ലേ? അതൊരു ഇമ്പോർട്ടൻ്റ് ഘടകമാണല്ലോ. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് വാങ്ങിച്ചല്ലേ പറ്റൂ. എങ്കിലും പിന്നെന്താ ചെയ്യാൻ പറ്റുക? പിന്നെ അവർക്ക് മാക്സിമം നമ്മൾ ഹെൽപ്പ് ചെയ്യണം. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരും കാണുമല്ലോ, എല്ലാവരും ഒരേ കണക്കാവണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് കൊടുത്തോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ നമ്മൾ. ഇപ്പം എല്ലാ സേവനങ്ങളും നടക്കട്ടെ. എന്താ പറയുക, നല്ല അറിയപ്പെടുന്ന എല്ലാ ജനങ്ങളും സ്നേഹിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഒരു വഴികാട്ടിയാവുന്ന നല്ല ഉഗ്രൻ ഒരു ഡോക്ടറായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം നല്ല ഡാൻസിലൂടെ ആവണം കേട്ടോ. ഓക്കെ, താങ്ക് യു.